30 ദിവസത്തിൽ തമിഴ് പഠിക്കാനുള്ള ബുക്ക് വാങ്ങി. എന്താ ആത്മാർത്ഥയാടാ ഇവന്. ഇങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ഇവൻ കുറച്ചുകൂടി മാർക്ക് വാങ്ങി. രാവിലെ ഒരു പെണ്ണിനെ കണ്ടതിന് ഇത്ര സീരിയസ് ആവേണ്ട കാര്യമുണ്ടോ? പക്ഷെ കാര്യങ്ങൾ കൈവിട്ട് പോയ പോലെ എനിക്ക് തോന്നുന്നേ. അത് ശരിയാ ചേട്ടാ, എന്റെ അവസ്ഥ കുറച്ച് സീരിയസ് തന്നെയാ. ആ പെണ്ണിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ശ്വാസം പോലും വിടാൻ പറ്റുന്നില്ല ചേട്ടാ. എന്തോടെ പറഞ്ഞ ശ്വാസം പോലും വിടാൻ പറ്റുന്നില്ല. അവക്കെന്താ അത്രയ്ക്ക് നാട്ടാണോ? ഓവർ ഡയലോഗ് അടിച്ചാൽ നിനക്ക് എന്റെ കയ്യിൽ നല്ലോണം കിട്ടും കേട്ടോ. ഇറ്റ്സ് എ പ്യൂർ ലൗഡാ. ഇഷ്ക്, പ്യാർ, പ്രേമം, കാതൽ. തേങ്ങാ കൊല. ഇപ്പൊ പ്രേമവും കാതൽ എന്നൊക്കെ പറയും. കുറച്ച് നാള് കഴിയുമ്പോ കിടന്ന് അനുഭവിക്കുമ്പോ മനസ്സിലാവും. എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാടാ. ഞാൻ പറയുന്ന കേട്ടോ, ഈ പ്രേമം തേങ്ങയൊന്നും വേണ്ട. എന്താ നീ മാത്രം ലവ് മാരേജ് ചെയ്തിട്ട് എന്നോടത് ചെയ്യാൻ പാടില്ലെന്നോ? ടീനേജ് കാലം മുതല് ലവ് മാരേജ് ചെയ്യണമെന്നാ എന്റെ ഒരേ ഒരു ലക്ഷ്യം. എടാ മോനെ, നിന്റെ ഈ ലക്ഷ്യം കണ്ടിട്ട് എന്റെ നെഞ്ചി നടത്തി വരുന്നേ. ഞാൻ പ്രേമിച്ച് കെട്ടിട്ട് എനിക്ക് എന്തെങ്കിലും സമാധാനം ഉണ്ടോ? നീ എന്റെ അവസ്ഥ എന്നും കാണുന്നല്ലേടാ. എന്നെ കണ്ടിട്ട് നീ എന്തിനാടാ ലവ് മാരേജ് ചെയ്യുന്നേ? എടാ, എന്റെ കല്യാണം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം നടക്കേണ്ട ഒരു കാര്യവും നടന്നിട്ടില്ലടാ. കല്യാണം കഴിഞ്ഞിട്ടും എന്റെ ഈ തലേണയും പായി കൊടുത്ത് നിന്റെയൊക്കെ കൂടെ കിടക്കേണ്ട ഗതികേടാ എനിക്ക്. കല്യാണം കഴിഞ്ഞെന്നേ ഉള്ളൂ, ഇപ്പോഴും ബ്രഹ്മചാരിയാ ഞാൻ. അമ്മയുടെ അടുത്ത് ഈ പ്രേമം മണ്ണാങ്കട്ടയൊന്നും വർക്കൗട്ടാവില്ല. നിന്റെ ജീവിതവും എന്റെ ജീവിതം പോലെ ആയി പോകരുത്. പറഞ്ഞു തരുന്നോ? ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ ഏട്ടാ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഐ നോ വാട്ട് ടു ഡു, വാട്ട് നോട്ട് ടു ഡു. ആരെന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും എന്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവില്ല. നിങ്ങളിത് എഴുതി വെച്ചോ. അന്ന് കണ്ടവള് തന്നെയായിരിക്കും എന്റെ ഭാര്യ. ഞാൻ കല്യാണം കഴിക്കാൻ പാടില്ല, ഞാൻ കല്യാണം കഴിക്കാൻ പാടില്ല, ഞാൻ കല്യാണം കഴിക്കാൻ പാടില്ല. കല്യാണപ്രായമായ ഓരോ പെൺകുട്ടികൾക്കും ജീവിതത്തെക്കുറിച്ചൊരു സ്വപ്നം ഉണ്ടാവും. കല്യാണത്തെക്കുറിച്ച് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. എനിക്കും മറ്റെല്ലാ പെൺകുട്ടികളെയും പോലെയും സ്വപ്നവും ആഗ്രഹവും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് എന്റെ അച്ഛനെയും അമ്മയും പറഞ്ഞാ തീരാത്ത അളവിൽ സ്നേഹിക്കുന്നുണ്ട്. എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാനും ചേച്ചിയും മാത്രമാണ് മക്കൾ. പെൺകുട്ടികളല്ലാതെ ആൺകുട്ടികളുടെ തുണയില്ലാത്ത കുടുംബം ഇത്. അച്ഛൻ വളരെ നല്ലൊരു മനുഷ്യനാ. അതുകൊണ്ടാ മുത്തശ്ശിയെ അമ്മായി അമ്മയായി കാണാതെ സ്വന്തം അമ്മയായിട്ട് നോക്കുന്നത്. മുത്തശ്ശിക്കും ആൺകുട്ടികളില്ല, അതുപോലെ തന്നെ എന്റെ അമ്മയ്ക്കും ആൺകുട്ടികളില്ല. എന്റെ അച്ഛനെ പോലെ എല്ലാവരും നല്ലവരാവണമെന്നില്ല. നാളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ജനിച്ച വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് പോണം. കല്യാണം കഴിയുന്നത് വരെ അച്ഛനും അമ്മയും എന്റെ കൂടെ ഉണ്ടാവും. എന്റെ പേരിന്റെ പിന്നിൽ അച്ഛന്റെ പേരുണ്ടാവും. എന്നാ കല്യാണം കഴിഞ്ഞാ അവരെ ഒന്ന് കാണണമെങ്കിൽ പോലും ഭർത്താവിനോടും അമ്മായിയമ്മയോടും ചോദിക്കണം. എല്ലാം അകന്നു പോകും. കല്യാണം കഴിഞ്ഞതിന് ശേഷം എല്ലാരെയും വിട്ടിട്ട് അമ്മായിയമ്മ പറയുന്ന കേൾക്കേണ്ടി വരും. ഭർത്താവ് എവിടെയാണോ ജോലി ചെയ്യുന്നേ ആ സ്ഥലത്ത് പോയി ജീവിക്കേണ്ടി വരും. 20 വർഷത്തോളം വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയും മകളെ കല്യാണം കഴിച്ച് വിട്ടതിനു ശേഷം സുഖം അന്വേഷിക്കാൻ പോലും ആളില്ലാതെ അനാഥരെ പോലെ ജീവിക്കേണ്ടി വരും. എന്റെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് പോയതിനു ശേഷം ഞാൻ കല്യാണം പോലും കഴിക്കാതെ അച്ഛനും അമ്മയുടെയും കൂടെ നിൽക്കും. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാൻ പാടില്ല. അത് ശരിയാവില്ല. എന്തു പറ്റിയോ ആവോ, ഫോളോവേഴ്സ് കുറഞ്ഞിട്ടുണ്ടല്ലോ. നല്ല ഫോട്ടോ ഇട്ടിട്ടെ ഫോളോവേഴ്സ് കൂട്ടാം. എന്തായി കാണിക്കുന്നേ? ഈ പ്രായത്തിലും ഫോട്ടോ എടുക്കാൻ എത്ര ഇൻട്രസ്റ്റോ? ഫോട്ടോ എടുക്കുന്നതും പ്രായവും തമ്മില് എന്ത് ബന്ധമാണ് എരുമയ്ക്ക് പറഞ്ഞവനെ? ഒരു കാര്യം പറഞ്ഞേക്കാം, വേണേ എന്നെ പറഞ്ഞു, പക്ഷെ എന്റെ അച്ഛനെ പറഞ്ഞേക്കരുത്. അതിന് നിന്റെ അച്ഛനെ ഞാൻ എന്ത് പറഞ്ഞതാടാ പറയുന്നേ? അയ്യോ, നിങ്ങളുടെ സംസാരം നിർത്തമ്മേ. അതൊക്കെ പോട്ടെ, പെങ്ങളെന്തേ? അവള് റെഡിയായിക്കൊണ്ടിരിക്കുക. ആ കനകം, എടി കരരത്നമേ, ഒന്ന് വേഗം വാ, ഇപ്പൊ തന്നെ സമയായി. വരുന്നു. എന്റെ കനകം ഒന്ന് വേഗം ഇറങ്ങ്. 3 മണി കഴിഞ്ഞാ പിന്നെ സമയം ഒട്ടും നല്ലതല്ല. ഇപ്പൊ വേഗം പോയിട്ട് വരാം. ഗോവിന്ദന് പെണ്ണ് കാണാൻ വേണ്ടിട്ട് നമ്മളെല്ലാവരും റെഡിയായി കഴിഞ്ഞു. എന്നിട്ട് അവൻ എന്താ റെഡിയാവാത്തെ? പെട്ടെന്ന് റെഡിയാവാൻ പറ. നല്ല അടിപൊളി പാന്റ് ഷർട്ടൊക്കെ ഇട്ട് വരാൻ പറയേ. എന്റെ അമ്മേ, ഒന്ന് പതുക്കെ സംസാരിക്കേ. പെണ്ണ് കാണാൻ വേണ്ടിട്ടാ പോണേന്നൊന്നും അവനോട് ഞാൻ പറഞ്ഞിട്ടില്ല. പറയാതിരുന്ന എങ്ങനെയാ? എന്നാലല്ലേ അവൻ നന്നായിട്ട് ഒരുങ്ങൂ. എല്ലാവരോട് വേഗം റെഡിയായിട്ട് ഇറങ്ങാൻ പറയേ. ഓ എന്റെ അമ്മേ, പെണ്ണ് കാണാൻ വേണ്ടി നമ്മള് കുടുംബക്കാരെല്ലാരും കൂടി ഒന്നും പോകുന്നില്ല. ഗോവിന്ദനെ കൂട്ടി അമ്മയും ചേട്ടനും ഞാനും മാത്രമേ പോകുന്നുള്ളൂ. അതെന്താ അങ്ങനെ? നമ്മളെല്ലാവരും കൂടി പോവാണേ അവന് പെണ്ണ് കാണാൻ പോവാന്ന് അവന് മനസ്സിലാവില്ലേ? അവനോടൊന്നും പറയാതെ പെണ്ണിനെ കാണിച്ച് ഈ കല്യാണം അങ്ങ് നടത്തണം. ചേച്ചി, കനകരത്ന ചേച്ചി. അയ്യോ എന്റെ ചേച്ചി. നീ എന്തിനാ അങ്ങനെ ധൃതി പിടിച്ചോടി വരുന്നേ? അതൊക്കെ പറയാന്നേ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കെ, എനിക്ക് ടെൻഷനായിട്ട് വയ്യ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കെ. ചേച്ചി, എല്ലാം പാഴായി പോയി. എന്താ പറയുന്ന മാളവിക? അവര് വേറെ ഏതെങ്കിലും കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണോ നീ പറയുന്നത്?
അതൊന്നും അല്ല ചേച്ചി, ഇന്ന് നമുക്ക് പെണ്ണ് കാണാൻ പോവാൻ പറ്റില്ല. അത് ക്യാൻസൽ ചെയ്യാം. അതെന്താ? അതെങ്ങനെ ശരിയാവും? സാരി ഉടുത്ത് റെഡിയായി കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ? മര്യാദയ്ക്കുള്ള ഒരാലോചന പോലും കൊണ്ടുവന്നിട്ടുണ്ടോ? നീ ഒരു വേസ്റ്റാ. മര്യാദയ്ക്ക് നീ എന്റെ കാശ് തിരിച്ചതാ. ഞാൻ കാല് പിടിച്ച് കരഞ്ഞു പറയാ, പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടിയിരിക്കുക ഞാൻ. പിന്നെ ഈ പെണ്ണ് കാണല് ക്യാൻസൽ ആയിന്ന് പറഞ്ഞു എന്തിനാ? എന്ത് ചെയ്യാനാ ചേച്ചി? അവരുടെ വീട്ടിലെ ഒരു കിളവൻ കുറച്ചു മുമ്പേ മരിച്ചു പോയെന്ന്. മരിച്ച വീട്ടില് നമ്മൾ എങ്ങനെ പെണ്ണ് കാണാൻ പോവാ? അതെന്താ പറ്റാത്തത്? അതിന് യാതൊരു പ്രശ്നവുമില്ല. ആ മരിച്ച വീട്ടില് ഉടനെ തന്നെ ഒരു പെണ്ണ് കാണല് നടന്നിരിക്കണം. എന്റെ പെങ്ങളെ മരിച്ച വീട്ടിൽ പെണ്ണ് കാണാൻ പോകുന്നത് അത്ര നല്ലൊന്നുമല്ല. എന്റെ ചേട്ടാ, നിങ്ങൾ എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത്? സാധാരണ നമ്മുടെ നാട്ടില് ഒരു ശവം എതിരെ വന്നാ അത് നല്ല ശകുനൊന്നല്ലേ പറയുന്നേ. നമ്മള് കടം തിരിച്ചു വാങ്ങാൻ പോകുമ്പോ ശവം കണ്ടിട്ട് പോയാ അന്ന് കാശിന്റെ കൈലാസാവാറില്ലേ? അതുപോലെ തന്നെയാ മരണം നടന്ന വീട്ടില് പെണ്ണ് കാണാൻ പോയാ പണം നമുക്ക് കുമിഞ്ഞുകൂടും. എന്റെ മാളവികെ, നീ അവരെ വിളിച്ച് എങ്ങനെങ്കിലും ഇതൊന്നും സമ്മതിപ്പിക്കേ. ചേച്ചി, മരിച്ച വീട്ടില് പെണ്ണ് കാണാൻ പോണെന്ന് ഞാൻ പറഞ്ഞ എല്ലാവരും എന്നെ കൊല്ലും. മരണം നടന്ന വീട്ടില് 1 വർഷത്തിനുള്ളിൽ ഒരു കല്യാണം നടന്നാ അത് ഭാഗ്യാണെന്ന് അവരെ അങ്ങ് ധരിപ്പിക്കേ. അങ്ങനെയാണോ? എന്നാ ശരി, ഞാൻ പോയിട്ട് അതിനുള്ള വഴി നോക്കാം. നിങ്ങൾ ഗോവിന്ദനെ കൂട്ടി അങ്ങോട്ട് വാ. ശരി ശരി. ഗോവിന്ദാ, ഗോവിന്ദാ. എന്താ അമ്മ? മോനെ, ആ. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബത്തില് ഒരാള് മരിച്ചിരിക്കുക. നമുക്കൊന്ന് പോയി കാണണ്ടേ? വേഗം റെഡിയായിട്ട് വാ. മരിച്ച വീട്ടിലേക്ക് ഞാനെന്തിനാ അമ്മേ? നിങ്ങളെല്ലാരും പോയിട്ട് വാ. അങ്ങനെ പറയല്ല എന്റെ മോനെ. ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പോയില്ലെങ്കി നാട്ടില് നമുക്കൊരു വിലയുണ്ടാവോ? അമ്മേ, ഒന്ന് പറഞ്ഞു കൊടുക്ക്. അതേടാ മോനെ, പോയിട്ടേ നല്ല പാന്റും ഷർട്ടും ഇട്ടുകൊണ്ട് വേഗം വാ. മരിച്ച വീട്ടിലേക്ക് പോകാൻ എന്തിനാ നല്ല ഡ്രസ്സ് ഇടുന്നത്? ഇത് തന്നെ പോരെ? ഇതൊന്നും ഇട്ടാ പോരടാ. നീ ഇങ്ങോട്ട് വന്നേ, ഞാൻ കാണിച്ചുതരാം. വാട ഇങ്ങോട്ട്. എടാ, എന്താടേ കാണിക്കുന്നേ? ആമയെ പോലെ എഴഞ്ഞാണോ പോകുന്നേ? ഒന്ന് വേഗം വിടടാ മോനെ. ആ, നിങ്ങൾ എന്താ വിചാരിച്ച ഇത് ഓട്ടോയോ അല്ലാതെ വിമാനമൊന്നുമല്ല. മാത്രമല്ല നമ്മൾ പെണ്ണ് കാണാൻ പോവല്ലേ. അല്ല ചേട്ടാ, നമ്മൾ പെണ്ണ് കാണാൻ പോവല്ലോ. മരിച്ചൊരാളെ കാണാനല്ലേ പോകുന്നേ? ഒരു പാട്ടുണ്ട് പെങ്ങളെ, ഈ മനോഹര ദേശത്ത് കൂടപ്പിറപ്പുമായി രമ്യതയിൽ പോകുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. ഇതുപോലൊരു പാട്ട് സിനിമയിലുണ്ട്. അതാ പറഞ്ഞേ, നിന്നെ ഒരു നല്ല കാര്യത്തിന് കൊണ്ടാന്ന് വെച്ചാൽ നിനക്ക് കുരിഷ്ടേ തിരിയത്തുള്ളൂ. ആ, നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ കൊണ്ടുപോകുന്ന ഓരോ തവണയും മരിച്ച വീട്ടിലേക്ക് പോകുന്ന പോലെ എനിക്ക് തോന്നാറ്. എന്താടത്? വെറുതെ ഒന്നും മിണ്ടാതിരിക്കെ. ഇങ്ങനെയൊക്കെയാണോ പറയുന്നേ? നിങ്ങളെയൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. മരിച്ച വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞ് പെണ്ണ് കാണാൻ കൊണ്ടുപോകാനും നിങ്ങൾ മടിക്കില്ല. എന്താടാ, അങ്ങനെയൊന്നുമില്ല. ആവശ്യമില്ലാതെ നീ ഇങ്ങനെ സംശയിക്കല്ലേ. സത്യം പറഞ്ഞ അമ്മേ, ഇല്ലെങ്കിലുണ്ടല്ലോ ഈ ഓട്ടോ ഞാൻ പുറത്തേക്കെടുത്ത് ചാടും. ആ. എടോ, അയ്യോ മോനെ, അങ്ങനെ ഒന്നും ചെയ്യല്ലേ. എന്നിലൂടെ നിന്റെ അപ്പൂപ്പനെ കണ്ടിട്ടാ ഞാൻ ജീവിക്കുന്നത്. നീയല്ലേടാ എന്റെ എല്ലാം. അങ്ങനെയാണെങ്കിൽ സത്യം പറ മുത്തശ്ശി, എനിക്ക് നിങ്ങളെയൊക്കെ നല്ല ഡൗട്ടുണ്ട്. എടാ, ഞങ്ങളെയൊക്കെ സംശയിക്കാൻ മാത്രം നീ വളർന്നോ? എന്താ ഇപ്പൊ നിന്റെ ഡൗട്ട്? ഞാൻ സാധാരണ ഡ്രസ്സ് ഇട്ട് വരാന്ന് പറഞ്ഞപ്പോ എന്നോട് ഇസ്തിരി ഇട്ട ഡ്രസ്സ് തന്നെ ഇടണമെന്ന് അമ്മ പറഞ്ഞത്. നിങ്ങളെല്ലാരും നിർബന്ധിച്ച് എന്നെ പാന്റ് ഷർട്ടൊക്കെ മാറ്റിച്ചു. നിങ്ങൾ മോശമല്ല, നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. നീ എന്ത് ഭ്രാന്തൊക്കെയാടാ ഈ പറയുന്നേ? മരിച്ച ആളെ കാണാൻ പോവാണെങ്കിൽ ഇങ്ങനെ പൊക്കൂടെ? നമ്മുടെ ഒരു സ്റ്റാറ്റസ് നമ്മൾ നോക്കണ്ടേ? നമ്മൾ ഒരുപാട് കാശുള്ളവരല്ലേ. മരിച്ച ആളെ കാണാനാണെങ്കിലും ടിപ് ടോപ്പ് ആയിട്ട് പോണം. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ സിനിമാക്കാരെയോ അല്ലെങ്കിൽ കോടീശ്വരന്മാരെയൊക്കെ പോയി നോക്ക്. മരണ വീട്ടിലേക്കാണെങ്കിലും നല്ല കറുത്ത കണ്ണാടി, വില കൂടിയ ഡ്രസ്സുകള്, ഇതൊക്കെ കമ്പൽസറി ആയിട്ടുണ്ടാവും. അതേടാ മോനെ, അത് മാത്രമല്ല, നിനക്കിപ്പോ കല്യാണപ്രായം ആയില്ലേ? എല്ലാവരുടെയും മുമ്പിൽ നന്നായിട്ട് ചെല്ലണ്ടേ? ഹരിശ്ചന്ദ്രൻ നുണ പറഞ്ഞു എന്ന് പറഞ്ഞാ ഞാൻ ചിലപ്പോ വിശ്വസിക്കും. നിങ്ങൾ പറയുന്ന സത്യമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എടാ മോനെ, അതെ, ഹരിചന്ദ്രന്റെ സീറോസ്കോപ്പിയാ ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ നിനക്ക്. ആ, എടാ, നമ്മളെ സത്യമായിട്ട് മരിച്ച വീട്ടിലേക്കാ പോകുന്നത്. കട്ടപ്പ പറയുന്നത് ഞാൻ കണ്ണുടച്ച് വിശ്വസിക്കും, പക്ഷെ നിങ്ങളെ വിശ്വസിക്കില്ല. നിങ്ങളെയൊക്കെ വിശ്വസിച്ചാ എന്റെ കയ്യിൽ കത്തി തന്ന് എന്നെ തന്നെ കുത്താൻ പറയും. എന്താടാ ഇത്? നീ ഞങ്ങളെയൊക്കെ വെറും ചതിമാരായിട്ടൊന്നും കാണല്ലേ. എന്റെ ഇടത് കണ്ണ് നന്നായിട്ട് തുടിക്കുന്നുണ്ടല്ലോ. മര്യാദക്ക് നിങ്ങൾ സത്യം പറഞ്ഞോ. എടാ, തുടിക്കുന്ന ഇടത് കണ്ണ് നീ കണ്ണാടിൽ നോക്ക്, അപ്പൊ അത് വലത് കണ്ണായിട്ട് മാറിക്കോളും. എല്ലാം നമ്മുടെ കാഴ്ചപ്പാടാടാ, കാഴ്ചപ്പാട്. നീ വാടാ ചക്ക. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മേ, എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യും. പെറ്റ അമ്മയോടാണോടാ സത്യം ചെയ്യാൻ പറയുന്നത്? ഇതിലും വലിയ സങ്കടം എനിക്ക് എന്തുണ്ടാവാനാ? എടാ മോനെ, അമ്മേനെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേടാ. നീ വെറുതെ ഇങ്ങനെ സംശയിക്കല്ലേ. നമ്മള് സത്യമായിട്ട് മരിച്ച വീട്ടിലേക്കാ പോകുന്നത്. പെണ്ണ് കാണാനായിരുന്നെങ്കി വീട്ടിലെല്ലാവരും കൂട്ടി പോവായിരുന്നില്ലേ? നോക്കാം.
അങ്ങനെയൊന്നും അല്ലെങ്കിൽ എന്റെ സ്വഭാവം നിങ്ങൾ അറിയും. അയ്യോ ചേട്ടാ, നമ്മുടെ ആ ശിവരാമനല്ലേ പോകുന്നേ? പലിശ തരാതെ 3 മാസമായിട്ട് മുങ്ങി നടക്കാവൻ. നിങ്ങൾ വണ്ടി ഒന്ന് തിരിച്ചേ. അമ്മ, ഇന്നലെ കഴിക്കാനായിട്ടിരുന്ന സമയത്ത് എന്റെ ഇടുപ്പൊന്ന് പിടിച്ചാ ഞാൻ അവനെ എങ്ങനെ ഓടിച്ചിട്ട് പിടിക്കാനാ? വേണേ മോനെ വിടായിരുന്നു. ഗോവിന്ദ, ഒന്ന് പോയി പിടിക്കാൻ നോക്കടാ. ഒരാവശ്യമില്ലാത്ത പണിയാ. ചേട്ടാ, ശിവരാമൻ ചേട്ടാ, 1 മിനിറ്റ് ഒന്ന് അവിടെ നിന്നേ. ചേട്ടാ, എന്താ നിക്കാൻ പറഞ്ഞ ഓടുന്നേ? ചേട്ടാ, പലിശ കാശ് തന്നിട്ട് പോ. അവന്റെ വിചാരം വലിയ ബുദ്ധിശാലിയാണെന്നാ. ഒരു നേക്കിനൊക്കെ പോയി പിടിക്കാതെ ഇങ്ങനെ പുറേന്ന് ഓടിച്ചാ അവര് നിൽക്കുവോ? ചേട്ടാ, 1 മിനിറ്റ് ഒന്ന് നിക്ക്. ചേട്ടാ, ടിക്കറ്റ് എടോ, ടിക്കറ്റ് എടുത്തോ? എടോ, ടിക്കറ്റ് എടുക്കാൻ. ഒരു ടിക്കറ്റ്. എവിടെയാ പോണ്ടേ? ഈ ബസ് എവിടം വരെ പോകുന്നോ അവിടം വരെ എനിക്ക് പോകണം. എന്നാ അവസാനം ഷെഡിലേക്കാ പോകുന്നേ. ടിക്കറ്റ് എടുക്കട്ടെ? ഷെഡിലേക്കൊന്നും പോണ്ട, അവസാനത്തെ സ്റ്റോപ്പിലേക്ക് എടുത്തോ. പോകേണ്ട സ്ഥലം അറിയാത്ത അത്ര നല്ല കാര്യമല്ല മോനെ. പോകുന്ന സ്ഥലം പ്രധാനമല്ല, ലക്ഷ്യമാണ് പ്രധാനം. ഈ പയ്യനാരാ? എന്നെ തന്നെ നോക്കുന്നുണ്ടല്ലോ. ആ പാർക്കിൽ ഇറങ്ങാവുന്നവരൊക്കെ ഇറങ്ങിക്കോ.
ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വരാൻ. എന്താ നിന്റെ പ്രശ്നം? എന്തിനാ എന്റെ പുറകെ നടക്കുന്നേ? അയ്യോ അങ്ങനെയൊന്നുമില്ല, നിങ്ങളല്ലേ എന്റെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്ന. നീ എന്താ ഓവർ സ്മാർട്ട് ആവാൻ നോക്കുവാണോ? നീ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നേ? നിങ്ങളുടെ പേരറിയാൻ വേണ്ടിട്ടാ. എന്റെ പേരറിഞ്ഞിട്ട് നിനക്കെന്തിനാ? പേരറിയാണെങ്കി എന്നെ പരിചയപ്പെടുത്താലെന്ന് വെച്ചിട്ടാ. എന്റെ അച്ഛനാരാന്നറിയാം നിനക്ക്? ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തിയാലല്ലേ പതുക്കെ പതുക്കെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റൂ. എന്റെ അച്ഛൻ പോലീസാ. പോലീസിന്റെ മോളാണെങ്കിൽ എന്താ പ്രശ്നം? അവർക്കും കല്യാണം കഴിക്കണ്ടേ? പഴയ സിനിമാ പടത്തിന്റെ ഡയലോഗൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞ് എത്ര കാലം നീയൊക്കെ ജീവിക്കും? ഇങ്ങനത്തെ സിറ്റുവേഷനിൽ വേറെ വഴിയൊന്നുമില്ലല്ലോ. മര്യാദക്ക് ഞാൻ പറയാം, ഇതിവിടെ നിർത്തിക്കോ. പേര് മാത്രം പറ പ്ലീസ്. ഇങ്ങനെ പറഞ്ഞാലൊന്നും നിന്റെ തലേ കയറില്ല. ഞാൻ എന്റെ അച്ഛനെ വിളിക്കാൻ പോവാ. പോലീസ് സ്റ്റേഷനിൽ പോയാ പറഞ്ഞോളൂ. അയ്യോ വേണ്ട, ഇപ്പൊ എന്തിനാ വെറുതെ അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? അദ്ദേഹം സ്റ്റേഷനില് അർജന്റ് കേസ് എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. നിങ്ങളുടെ പേരൊന്ന് പറ പ്ലീസ്. കണ്ണടച്ചോ, ഞാൻ പറയാം. പേര് പറയുന്നതിന് ഇത്രയ്ക്ക് നാണമാണോ? എന്നാ ശരി, ഞാൻ കണ്ണടച്ചോളാം. ഇനി പറഞ്ഞോ. നിങ്ങളുടെ സുന്ദരമായ പേര് കേൾക്കാൻ എന്റെ 2 ചെവികളും കാത്തിരിക്കാണ്. കണ്ണടയ്ക്കാൻ പറഞ്ഞിട്ട് സിമ്പിളായിട്ട് എന്നെ പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞല്ലേ? കുഴപ്പമില്ല, ഈ ലോകം ഒരുപാട് ചെറുതല്ലേ? ഈ ഗ്രാമം അതിനേക്കാളും ചെറുത്. നീ ഏതുവരെ പോവും? ആ ഗോവിന്ദൻ ഇതുവരെ കാണാനേ ഇല്ലല്ലോ. കടം വാങ്ങിയാളെ പിടികൂടണമെങ്കിലേ നല്ല സൈലന്റ് ആയിട്ട് പുറകെ പോയിട്ട് പെട്ടെന്ന് അങ്ങ് പിടിക്കണം. ഇവന്റെ ഓട്ടം കണ്ടു കഴിഞ്ഞാ പോലീസുകാർ വിസിലടിച്ച് കള്ളന്മാരെ ഓടിച്ചിട്ട് പിടിക്കുന്നവരുണ്ട്. ഇനി എന്തൊക്കെയാലും അവനെ കിട്ടാനൊന്നും പോകുന്നില്ലെന്ന്. ശരിക്ക് പറഞ്ഞ അവൻ ഇവനെ ഓടിച്ച് കളിപ്പിക്കുന്നുണ്ടോ? മനഃപൂർവ്വമാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നമ്മളവനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോവാണെന്ന് മനസ്സിലായിട്ടേ അവൻ വീട്ടിലേക്ക് പോയതാണെങ്കിലോ? അമ്മേ, കുറച്ചു നേരം മിണ്ടാതിരിക്കുന്നുണ്ടോ? വായ തുറന്ന അവശവനെ പറയൂ. ഇന്ന് എന്തായാലും അവനെ പെണ്ണ് കാണാൻ കൊണ്ടേ പറ്റൂ. മാത്രമല്ല ഈ കല്യാണം ഉറപ്പിക്കാൻ വേണം. നീ അവനെ ഒന്ന് വിളിച്ചു നോക്ക്, അവൻ എവിടെയാണെന്ന് അറിയാലോ. എന്തിനീ പഴഞ്ച ഫോണൊക്കെ വച്ചിരിക്കുന്നേ? എന്നെ പോലെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൂടെ നിനക്ക്? അമ്മയ്ക്ക് എന്തിന്റെ കുറവാ? എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം. അമ്മയ്ക്ക് വേറൊന്നും അറിയണ്ടല്ലോ. ഒരു ഫോണിന് വേണ്ടി ആയിരക്കണക്കിനൊന്നും ചെലവാക്കാൻ പറ്റില്ല. എന്താ ഈ ഫോണിൽ എന്താ കേൾക്കാൻ പറ്റുന്നില്ലേ? അമ്മേ, അവനെ കിട്ടിയോടാ? ഇല്ലമ്മേ, അവനോട് രക്ഷപ്പെട്ടു. നീ അവനെ വിട്ടുകളഞ്ഞു അല്ലേ? പാമ്പിനെ പോലെ ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റുന്ന പ്രായ നിന്റെ, എന്നിട്ട് ഇങ്ങനെ വിട്ടുകളഞ്ഞല്ലോടാ. അമ്മേ, ഇത്രയും തടിയുള്ള ശരീരം വെച്ച് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലല്ലേ അയാൾ ഓടിക്കളഞ്ഞത്. മാൻ ഓടുന്ന വേഗതയില് അയാൾ ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു. കടക്കാരനെ പോലും പിടിക്കാൻ പറ്റില്ലെങ്കിൽ നാളെ എങ്ങനെ ജീവിക്കാനാ കണ്ടേക്കുന്നെ? അതിരിക്കട്ടെ, നീ ഇപ്പൊ എവിടെയുള്ളേ? ശിവന്റെ അമ്പലത്തിന്റെ അടുത്തുണ്ട്. ശരി, വേഗം വരാൻ നോക്ക്, സമയം കുറയായി. അമ്മേ, ഞാൻ അങ്ങോട്ട് വരാനോ? ഓടി ഓടി കാല് വേദനിച്ച് നിൽക്കുക ഇവിടെ ഞാൻ. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോ. എന്തുവാടാ ചുമ്മാ ഡീസൽ വെറുതെ കത്തിക്കാനായിട്ട്? ശരി, അവിടെ നിക്ക്. ശരി ചേട്ടാ, ആ അമ്പലത്തിന്റെ അടുത്തേക്ക് വിട്. അവൻ അവിടം വരെ എത്തിയിരിക്കുന്നു.
എന്നാലും എന്നെ ഇട്ടേച്ച് പോയല്ലോ. ഇനി ഞാൻ എങ്ങനെ ജീവിക്കോ? എന്നെ വിട്ടേച്ച് പോവാൻ തോന്നിയല്ലോ നിങ്ങക്ക്. അയ്യോ, ഈ കല്യാണം അങ്ങ് ശരിയായാലുണ്ടല്ലോ, പെണ്ണ് കാണൽ ചരിത്രത്തിൽ തന്നെ എന്റെ പേര് റെക്കോർഡ് ബ്രേക്ക് ചെയ്യുമെന്നാ തോന്നുന്നത്. ഇതുവരെയും ഞാൻ പലതരത്തിലുള്ള കല്യാണങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ടെങ്കിലും പക്ഷെ ഇതുപോലെ മരണ വീട്ടിൽ വെച്ച് പെണ്ണ് കാണൽ ചടങ്ങ് നടത്തുന്നത് ആദ്യമായിട്ടാ. എന്തൊക്കെയാണെങ്കിലും ഇതിന്റെ ക്രെഡിറ്റ് കനകരത്ന ചേച്ചിക്കുള്ളതാ. ഈ ചേച്ചി ഇതുവരെ കാണുന്നില്ലല്ലോ, എത്തേണ്ട സമയവും കഴിഞ്ഞു. പെണ്ണ് കാണാൻ വേണ്ടി വന്നിരിക്കുന്ന കണ്ടില്ലേ? കോടിക്കണക്കിന് സ്ത്രീധനം വാങ്ങാൻ ഓട്ടോയും വിളിച്ച് വന്നിരിക്കുക. ഹായ്. എന്റെ ദൈവമേ, മാട്രിമോണി മാളവിക്ക് ഇവിടെ എന്താ കാര്യം? എന്താ മോനെ നീ ആലോചിച്ച് നിൽക്കുന്നേ? വേഗം വാടാ, അങ്ങോട്ട് നടക്ക്. വാ വാ. അല്ല മാളവിക, നീ എന്താ ഇവിടെ? എന്താടാ, ഇയാളെ അവൾക്ക് പരിചയമുണ്ടെങ്കിൽ പിന്നെ മരിച്ച വന്നല്ലേ പറ്റൂ. അവനടി ചെറുക്കൻ, നോക്കിക്കോ നല്ല പോലെ.